ഇബാദത്താ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാ സമയവും നമ്മൾ ഇബാദത്തിലാക്കി മാറ്റാൻ കഴിയണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി കാണാം, ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മുഴുവനും ഇബാദത്താക്കി മാറ്റുക. എന്ത് ചെയ്യാണെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാണ്, എന്തായാലും പുറത്തിറങ്ങുക, ഇടത് കാലം മുന്തിക്കുക, അപ്പൊ പ്രവർത്തന കൂലി എന്നതുപോലെ ഏത് കാര്യം ചെയ്യുമ്പോഴും നിന്റെ മനസ്സിൽ നീയത്തുണ്ടെങ്കിൽ അപ്പോഴേ നിനക്ക് നിന്റെ അമലുകൾ സ്വീകരിക്കൂ. എന്നാൽ ഏത് അമലും ചെയ്യുമ്പോൾ നീയത്ത് വെച്ചാൽ നിർബന്ധമല്ലാതെ സുന്നത്തുകൾ, ഓരോ സുന്നത്തിനും ഫർളിന്റെ പ്രതിഫലമുള്ള റമളാൻ നേർച്ചയാക്കിയാൽ അത് ഫർളാണ്, നിർബന്ധമാണ്. ഓരോ നിർബന്ധങ്ങൾക്കും 700 ഇരട്ടി പ്രതിഫലമുള്ള റമളാൻ. ആ റമളാൻ ശരീഫിൽ നീയത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. നോമ്പിൽ മാത്രമല്ല, എന്ത് ചെയ്യാണെങ്കിലും അവിടെയൊക്കെ നീയത്തുണ്ടാകണം. മജ്‌ലിസിലിരിക്കാൻ, പ്രസംഗിക്കാൻ, പ്രസംഗം കേൾക്കാൻ, പള്ളിയിൽ പുറത്തിറങ്ങാൻ, ചെരുപ്പ് ധരിക്കാണ്, ബാത്റൂമിൽ കയറാണ്, വാഹനത്തിൽ കയറാണ്, എന്ത് ചെയ്യാണെങ്കിലും അപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും നമ്മളെ മനസ്സിൽ നീയത്തുണ്ടെങ്കിൽ ആ നീയത്തുകൊണ്ട് നമുക്ക് എല്ലാ കർമ്മങ്ങളെയും പ്രതിഫലമുള്ളതാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഫർളുകളിൽ നിന്ന് ഒന്നാമത്തേത് നീ നീയത്ത് നിർവഹിക്കലാണ്. ആ നീയത്ത് സുബഹിയുടെ മുമ്പ് തന്നെ ആയിരിക്കണം. ഫർള് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് നിന്റെ നീയത്ത് സുബഹിയുടെ മുമ്പ് തന്നെ ആയിരിക്കണം. ഇനി മാലിക്കി മദ്ഹബിൽ അങ്ങനല്ലേ എന്നിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല, ആവശ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ശാഫി മദ്ഹബ് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നീയത്ത് സുബഹിക്ക് ശേഷം വെച്ചാൽ നമ്മളെ മദ്ഹബ് അനുസരിച്ച് നമുക്ക് നോമ്പില്ല. എന്നാ പിന്നെ ഏതായാലും ആ നീയത്തൊക്കെ മറന്നുപോയില്ലേ, ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന പണി എന്താ, ഞമ്മച്ചി ഞാൻ നീയത്തൊക്കെ മറന്നിനി എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ അവൻ നോമ്പുകാരനെ പോലെ തന്നെ നീങ്ങണം. ഭക്ഷണം കഴിക്കാൻ പറ്റൂല, മറ്റു നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പുകാരന് സിദ്ധമായ ഒരു കാര്യവും അവൻ ചെയ്യാൻ പാടില്ല. നോമ്പ് ഖളാ വീട്ടാൻ വേണം. അപ്പൊ നീയത്തൊക്കെ ലാഭം. നീയത്ത് വെക്കാൻ മറന്നുപോയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. മറിച്ച് നോമ്പുകാരനെ പോലെ തന്നെ അവൻ അന്നത്തെ ദിവസം പൂർത്തിയാക്കണം. എന്നിട്ട് ആ നോമ്പിനെ മടക്കലും നിർബന്ധമാണ്. അതോടൊപ്പം സുന്നത്ത് നോമ്പാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അവൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവൻ ഉച്ചയുടെ മുൻപ് നീയത്ത് വെച്ചാൽ അവന്റെ നോമ്പ് പരിഗണിക്കുമെന്ന് ഫുഖഹാക്കൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഫർള് നോമ്പിന് ഒരു എക്സ്ക്യൂസ് ഇല്ല, നിർബന്ധമായും സുബഹിയുടെ മുമ്പ് തന്നെ നീയത്ത് വെച്ചോളണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതോടൊപ്പം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ വെളുത്ത വാവിന്റെ ദിവസവും ഒക്കെ വരുമ്പോൾ അതിന് പ്രത്യേകം നമ്മൾ ആ കൂട്ടത്തിൽ നീയത്തിനെ ഒന്നുകൂടെ കരുതണം. സുന്നത്തായ തിങ്കളാഴ്ചയിലെ നോമ്പിനെയും കരുതുന്നു എന്ന് കരുതിയാൽ, വെളുത്ത വാവിന്റെ നോമ്പിനെയും കരുതുന്നു എന്ന് കരുതിയാൽ, വ്യാഴാഴ്ചയിലെ സുന്നത്തിനെയും ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് 2 പ്രതിഫലം ഒന്നിച്ചു ലഭിക്കും. അപ്പൊ നീയത്ത് വെക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ 20 റക്അത്ത് തറാവീഹും കഴിഞ്ഞ് 3 റക്അത്തിൽ 5 11 ഒക്കെ വിത്റും കഴിഞ്ഞ് ഇമാം ഇങ്ങനെ വെച്ച് നബൈതു സൗമഗദിൻ അന്നദായി അങ്ങനെ ആചാരാപ്പള പറയും പോലെ അങ്ങനെ തന്നെ സിന്ദാബാദ് പറഞ്ഞാൽ കിട്ടൂല. നീയത്തുണ്ടാവേണ്ടത് മനസ്സിലാണ്. മനസ്സിൽ നീയത്ത് കരുത്തുണ്ടാകണം. വാഗൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ. സുന്നത്തുള്ള മനസ്സിൽ കരുതലാണ് നിർബന്ധമുള്ളത്. അപ്പൊ നീയത്ത് ഉസ്താദുമാര് പറഞ്ഞു തരുമ്പോൾ മനസ്സുകൊണ്ടാ നീയത്ത് വെക്കേണ്ടത്. മഗ്രിബ് മുതൽ സുബഹിയുടെ മുമ്പ് എപ്പ വെച്ചാലും മതി. എന്നാൽ അത്തായത്തിന്റെ സമയത്ത് വെക്കലാണ് സുന്നത്തെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നു. നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയ. ആ ഉറക്ക് നീയത്ത് വെച്ചാൽ ചിലപ്പോ അത് ഇമാം അൽ ഫാത്തിഹ അൽ ഫാത്തിഹയും പറയും, ചിലപ്പോ അതിന്റെ അർത്ഥം ഉള്ളിക്ക് തട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നീയത്ത് വെച്ചാൽ അത് വെറും നീയത്തേയാവുള്ളൂ. നമുക്ക് നമ്മളെ പരിഗണനീയമായി നീയത്താകൂല. അപ്പൊ നീയത്ത് നിർബന്ധമായും മനസ്സിൽ നിന്ന് നിർഗലിക്കേണ്ടതാണ്. അവന്റെ മനസ്സിലാണ് കരുത്തുണ്ടാവേണ്ടത്. പിന്നെയോ പിന്നെ പറയുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. നോമ്പ്
നോമ്പാവണമെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിന് 4 പ്രധാനപ്പെട്ട നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വേറെ 6 പറയുന്നു. ഞാൻ സമയമുണ്ടെങ്കിൽ അതിലേക്ക് മര്യാദകൾ പറയുമ്പോൾ അതിലേക്ക് കടന്നു വരാം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് 1 ജിമാ ചെയ്യലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടൽ ജിമാ ചെയ്യൽ. ജിമാ ചെയ്താൽ അതിന് നോമ്പ് അത് കാരണം കൊണ്ട് നഷ്ടപ്പെട്ടാൽ കഫാറത്ത് കൊടുക്കണം. അതിന്റെ ചർച്ചയിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. ആ കഫാറത്ത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 1 ഒരു അടിമയെ മോചിപ്പിക്കലാണ്. അതിന് കഴിയില്ലെങ്കിൽ അവിടെയാണ് അടിവരയിടേണ്ടത്. അതിന് കഴിയില്ലെങ്കിൽ 60 ദിവസം 2 മാസക്കാലം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കലാണ്. തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. 1 വിട്ടുപോയാൽ 59 ഇവന് വല്ലാതെ ജലദോഷവും പനിയും വന്നത്. അങ്ങനെ 1 വിട്ടുപോയാൽ പിന്നെയും തലക്കന്നാരംഭിക്കണം. മാണ്ടാത്ത പണിക്ക് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് എക്സ്ക്യൂസ് ഇല്ല, വിട്ടുവീഴ്ചയില്ല, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, തലക്കന്ന് തുടങ്ങണം. ഇനിയോ അതിന് കഴിയില്ലെങ്കിൽ, കഴിയലും കഴിയാതിരിക്കലും നമ്മൾ പറഞ്ഞാ പോരാ. അതിനൊരാൾക്ക് സാധിക്കൂല എന്ന് അവന്റെ ആരോഗ്യം സമ്മതിക്കൂല. മടി കാരണമല്ല, ജോലിക്ക് പോകാനുള്ളത് കൊണ്ടൊന്നുമല്ല. അവന് അവന്റെ ആരോഗ്യം കൊണ്ട് കഴിയാത്ത സാഹചര്യം വന്നാൽ മാത്രം 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദു വീതം നൽകലാണ്. നമുക്ക് പോച്ചതെടുക്കാന്നല്ല, അതിൽ നിന്ന് നമുക്ക് പറ്റിയെടുക്കാന്നുള്ളതല്ല. നേരെ മറിച്ച് നമ്മൾ അതിന് കഴിയില്ലെങ്കിൽ മാത്രമാണ് അടുത്ത ചാൻസ് ഉള്ളത്. ഇനി രണ്ടാമതായി പറയുന്നു, സ്വയം പ്രവർത്തനം കൊണ്ട് സ്ഖലനമുണ്ടാവലാണ് നോമ്പ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. സ്വയം പ്രവർത്തനങ്ങളെ കൊണ്ട് സ്ഖലനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് മഹാന്മാര് സ്പർശനമാണ് പ്രധാനമായി പറയുന്നത്. ഒരാൾ മനസ്സിൽ ഹറാമായ എന്തോ ചിന്തിച്ചു, വേണ്ടാത്ത പലതും ആലോചിച്ചു. അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവന് സ്ഖലനമുണ്ടായാൽ ആ ചെയ്ത പ്രവൃത്തി ഹറാമാണ്. പക്ഷേ അവന്റെ നോമ്പിന് പ്രശ്നം സംഭവിക്കൂല. സ്പർശനം കൊണ്ട് സ്ഖലനം ഉണ്ടായാൽ അപ്പോഴാണ് നോമ്പ് ബാത്തിലാകുന്നത്. അവന്റെ ചിന്ത കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്ഖലനമുണ്ടായാൽ, സ്വപ്നത്തിൽ സ്ഖലനമുണ്ടായാൽ അതുകൊണ്ടും അവന്റെ നോമ്പ് നഷ്ടപ്പെടുകയില്ല. വിശാലമായ ചർച്ചയിലേക്കും ഞാനിപ്പം അതും കടന്നു പോകുന്നില്ല. അപ്പോൾ അവന്റെ സ്വയം പ്രവൃത്തി കൊണ്ട് അഥവാ സ്പർശനമാണ് മഹാന്മാർ എഴുതി വെക്കുന്നത്. ആ സ്പർശനത്തിലൂടെ അവന് സ്ഖലനമുണ്ടായാൽ അതിന് വീട്ടിൽ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ രാവിലെ മുതൽ പെണ്ണുങ്ങൾക്കും പണിയില്ല, നമുക്കും പണിയില്ല, അങ്ങനെ പല ഉത്തരവും അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നു പോകുന്നില്ല. അങ്ങനെയുള്ള സ്ഖലനങ്ങളും മറ്റുമൊക്കെ ചർച്ച വേറെയാണ്. നേരെ മറിച്ച് മനസ്സിലുണ്ടാകുന്ന ചിന്തകളിൽ നിന്ന് ഒരാൾക്ക് സ്ഖലനമുണ്ടായാൽ അതുകൊണ്ട് മാത്രം അവന്റെ നോമ്പ് ബാത്തിലാകൂല. നേരെ മറിച്ച് സ്പർശനം കൊണ്ട് അത് എങ്ങനെയാണെങ്കിലും, ഹലാലായ വഴിയാണെങ്കിലും ഹറാമായ വഴിയാണെങ്കിലും സ്ഖലനമുണ്ടായാൽ നോമ്പ് ബാത്തിലായി പോകും. ഇനിയോ മഹാന്മാര് പിന്നെയും പഠിപ്പിക്കുകയാണ്, ഉണ്ടാക്കി ഛർദിക്കലാണ് 3ാമത്തെ കാര്യം. ഷർത്ത് പറഞ്ഞു ഫർദിൽ, 2ാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. അതിൽ 3ാമത്തത് പറയുന്നു, അതേ ഉണ്ടാക്കി ഛർദിക്കുക. It's springtime in My Talking Tom Friends. What a wonderful season. Just look. ഉണ്ടാക്കി ഛർദിക്കൽ എങ്ങനെ ഫുഖഹാക്കൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. തല കീക്കാൻ തൂക്കായി